ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. രാവിലത്തെ എൻ്റെ പുറം പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. നമ്മുടെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും. ഇതൊരു അവധി ദിവസത്തെ വ്ളോഗാണ്, അതായത് സെക്കൻഡ് സാറ്റർഡേ. അതുകൊണ്ട് ഏട്ടനും മോൾക്കും ഒന്നും പോണ്ട. ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ സാധാരണ ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. എന്നാൽ ഒരുപാട് ലേറ്റ് ഒന്നും ആവില്ലേ, 7 മണീൻ്റെ ഒക്കെ മുമ്പ് എണീക്കും. ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെയല്ലേ നമുക്കൊന്ന് കുറച്ച് നേരം കിടക്കാൻ കഴിയുള്ളൂ. മറ്റ് ക്ലാസ്സുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരിക്കും. മഴയൊക്കെ മാറി ഇപ്പം നല്ല കാലാവസ്ഥയാണ് ഇങ്ങോട്ട്. എന്നും വെയിലാണ്. രാത്രി എപ്പോഴെങ്കിലും ഒന്ന് പെയ്തെങ്കിലായി, അത്ര തന്നെയുള്ളൂ. ഈ മഴയൊക്കെ നിന്നാൽ തന്നെ ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയായ പോലെ തോന്നും. അല്ലെങ്കിൽ എപ്പോഴും വെള്ളം കെട്ടി നിന്നിട്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നൂല, ഈ അടുക്കള ഭാഗത്തേക്കൊക്കെ. നിങ്ങളുടെ അവിടേക്കൊക്കെ എങ്ങനെയാ? മഴയൊക്കെ നന്നായിട്ട് കുറഞ്ഞില്ലേ? ആർക്കെങ്കിലും വീട്ടിൽ വെള്ളം കയറുമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ അവിടെ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് വീട്ടിൽ വെള്ളം കയറുമോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നേ. ഇന്ന് ആർക്കും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാവധാനെ ചായൻ്റെ പണി നോക്കുന്നുള്ളേ. വേഗം പുറത്തത്തെ പണികളൊക്കെ തീർക്കാനാണ് നോക്കുന്നത്. രാവിലത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. പിന്നെ അതിനുള്ള കറിയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചെറുപയർ കറിയും ചപ്പാത്തി ആയിരുന്നേ. ഇങ്ങനെ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് അധികം വെക്കാറുണ്ട്. എന്നാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ ചായക്കും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടെ. പിന്നെ മീൻ കറിയൊക്കെയാണ് തലേന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറില്ലേ, ചട്ടിയിൽ അങ്ങനെ തന്നെ മൂടി വെക്കും. മീൻ കറി ചട്ടിയിൽ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കൊലായിലെ വാതിൽ തുറന്നാൽ ഞാൻ ആദ്യം നോക്കുക തിണേൻ്റെ മുകളിലേക്കാണ്. പൂച്ചേൻ്റെ കാൽപ്പാടുണ്ടോ, അതുപോലെ നായ കയറിയിരിക്കുന്നോ എന്ന്. ആദ്യമൊക്കെ പൂച്ച മാത്രമേ കയറലുണ്ടായിരുന്നുള്ളൂ, ഇപ്പം നായയും കയറാൻ തുടങ്ങിയിരിക്കുന്നു. പറയുമ്പം ചുറ്റും കെട്ടിയതാണ്, ഗേറ്റ് ഉണ്ട്, എന്നാലും ഇതിറ്റിങ്ങൾ കയറിക്കൂടും. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒന്നും കയറിയിട്ടില്ലേ. പക്ഷേ എനിക്കെന്തോ അറിയില്ല, ഇപ്പം അത് കയറി കണ്ടതിന് ശേഷം കൊലായി തുടയ്ക്കാഞ്ഞാൽ അവിടെ ഇരിക്കാനോ തൊടാനോ ഒന്നും തോന്നൂല. അതുകൊണ്ട് ഞാൻ മുറ്റടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കൊലായി അങ്ങ് തുടച്ചിടാന്ന് കരുതിയേ. പിന്നെ സിയമോക്ക് ശീബോധി വെക്കാനും ആയിട്ടുണ്ടല്ലോ, അവളിതാ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും നേരം വൈകും. പിന്നെ ഒരുപാട് നേരം വൈകിട്ട് ശീബോധി വെക്കാനും പാടില്ല. എത്ര നേരത്തെ വെക്കുന്നോ അത്രയും നല്ലത് എന്നാണ് പറയുക. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളല്ലല്ലോ ശീബോധി വെക്കാനായിട്ട്. ഈ ഞായറാഴ്ച കർക്കിടകം കഴിയല്ലേ, അന്ന് പൂത്തറ ഉണ്ടാക്കാനായിട്ടുണ്ട് വൈകുന്നേരം. പിന്നെ അടുത്ത ദിവസം മുതൽ പൂവിട്ട് തുടങ്ങാനുള്ളതല്ലേ. ഏട്ടൻ്റെ ഫാമിലി കുറച്ച് വലിയ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ എല്ലാ വർഷമൊന്നും ഓണം വിഷു ഒന്നും ആഘോഷിക്കാൻ കഴിയാറില്ലേ. പിന്നെ ഇവിടെ ഫാമിലി മൊത്തം ഈ ചുറ്റുപാട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാലും ആരും അങ്ങനെ ആഘോഷിക്കാറില്ല വിഷു ഓണമൊന്നും. അപ്പം ഈ വർഷം ഇതുവരെ കുഴപ്പമൊന്നുമില്ലേ. ഇനി എന്താന്ന് പറയാനും പറ്റില്ല, നമുക്കതൊന്നും ആദ്യം മുൻകൂട്ടി കാണാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഇന്ന് ഗ്യാസ് വരാനായിട്ടുണ്ട്, അതാണ് കാലിക്കുറ്റി പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. ഞങ്ങളിങ്ങനെ പുറത്ത് വെപ്പിക്കലാണ്, പിന്നെ ഏട്ടൻ വന്നിട്ടാണ് അത് അകത്തേക്ക് എടുത്ത് വെക്കുക. അപ്പം ഇന്നലെ വൈകുന്നേരം മെസ്സേജ് വന്നത്, ഇന്ന് രാവിലെ വരേണ്ടതാണ്. സാധാരണ ഇങ്ങനെ ഇവിടെ കൊണ്ടുവരിപ്പിക്കാറില്ല കേട്ടോ, ഞങ്ങൾ അവിടെ പോയി എടുക്കാറാണ്. പിന്നെ ആ ഗ്യാസിന് കുറച്ച് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്തിന് ശേഷം ഇപ്പം അവർ അവിടെ പോയിട്ട് ബില്ലാക്കിയാൽ നമുക്ക് ഗ്യാസ് തരില്ല, വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഗ്യാസ് അവരുടെ ഏജൻറ് തന്നെയാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ബില്ലുള്ളതിനേക്കാളും 60 രൂപയാട്ടോ അധികം വാങ്ങുന്നത്. നിങ്ങളൊക്കെ അവിടേക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കൊലായിലെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞേരം പിന്നെ വേഗത മുറ്റടിക്കാനായിട്ട് നിന്ന് ഇവിടെയും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നായ്ക്കൾ. നമ്മുടെ ഈ തറേൻ്റെ സൈഡിലൊക്കെ ഇല്ലേ, അവിടെയൊക്കെ മണ്ണ് മാന്തിയിടുന്ന പണിയാണ്. ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയി 2 ദിവസം താമസിച്ച് വരുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാറുള്ളത്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ രാത്രിയായാൽ പിന്നെ ഇവന്മാർ എന്തൊക്കെയാണ് ചെയ്യാന്ന് പറയാൻ പറ്റില്ലാത്ത ഇവിടെയും ഒരു കുഴിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും കളഞ്ഞാലൊക്കെയാണ് നായ്ക്കൾ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് പോകില്ല എന്നാണ് പറയുക. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. എൻ്റെ ഈ റിങ്ങില്ലേ കാണുന്ന, അതിലാണ് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിടുക. ഒരു ഭക്ഷണ സാധനം പോലും ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴിക്കാറില്ല. എന്നാലും നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്.
മേടിക്കലൊക്കെ കഴിഞ്ഞേരം പിന്നെ കല്ലിൽ അലക്കാനുള്ളതൊക്കെ എടുത്തിങ്ങ് പുറത്തേക്ക് പോന്നേ. ബാക്കിയുള്ളതൊക്കെ ഞാൻ മിഷനിലിട്ടേക്കുവാണ്. അത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ആറിയിടുള്ളൂ. കല്ലിൽ അലക്കാനായിട്ട് ഞാൻ അധികം സോപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഡോക്ടർ വാഷ് അല്ലെങ്കിൽ സൺലൈറ്റ് സോപ്പും പൊടി ഒട്ടും ഉപയോഗിക്കാറില്ലേ. അതെൻ്റെ കയ്യിലാകുമ്പം കൈക്കൊക്കെ ഒരു പുകച്ചിൽ പോലെ തോന്നും. പിന്നെ ആദ്യം കൈക്കൊരു അസുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സോപ്പും പൊടി ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ തോലൊക്കെ പോവായിരുന്നു. പിന്നെ കുറേ മരുന്നൊക്കെ കുടിച്ചേരെയാണ് മാറിയത്. കല്ലിൽ അലക്കിയത് പിന്നെ ഞാൻ അപ്പം തന്നെ മുകളിൽ കൊണ്ടുപോയി ആറിട്ടെ. ഇപ്പം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രയറിലിട്ടില്ലെങ്കിലും ഉണങ്ങിക്കോളും. പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ചോറിനും കൂടെ വെള്ളം വെക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. വേനൽക്കാലത്ത് മാത്രമേ ഞാനിങ്ങനെ വിറകൊക്കെ അടുപ്പിൻ്റെ അടുത്ത് വെക്കാറുള്ളൂ. ഈ മഴയത്ത് വെച്ചിട്ട് കാര്യമില്ല, പാറലൊക്കെ അടിച്ച് നനഞ്ഞു പോവുമല്ലോ. പിന്നെ വേഗം ചെതലും പിടിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് അപ്പം പോയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വരിക ചെയ്യുക. മുകളിലാണെങ്കിൽ പിന്നെ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് പേടിക്കാനും ഇല്ലല്ലോ, ചെതലൊന്നും വരില്ല. ഞങ്ങൾ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പട്ടിക ഇട്ടിട്ടാണ് പാകിയിട്ടുള്ളത്. അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടേ. ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിതാ പുറത്തടുപ്പിൽ തീ കൂട്ടുന്നത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്ത് ചോറ് വെക്കാനൊന്നും കഴിയാറില്ല. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അധികം ഞാൻ റൈസ് കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കൽ. പിന്നെ ഈ മഴയൊക്കെ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അടുപ്പ് ഇങ്ങനെ കത്തിക്കാനും ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി കളിക്കാനൊക്കെ പാടാണ്. അങ്ങനെ ഏകദേശം എൻ്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് കുളിക്കണം. അതിന് ശേഷം അതാ ചായേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.